മഹാകുംഭമേളയ്ക്ക് ജനുവരിയിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമാകും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മതസംഗമമായാണ് കുംഭമേള കരുതപ്പെടുന്നത്. 4 കോടിയിൽ പരം ഭക്തർ ജനുവരി 13 മുതൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുണ്യനദികളിലെ സ്നാനവും അനുബന്ധ ചടങ്ങുകളുമാണ് കുംഭമേളയിലെ പ്രധാന വശങ്ങളെങ്കിലും മറ്റനേകം കാര്യങ്ങളും ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിപ്പുണ്ട്. കുംഭമേളയിൽ പങ്കെടുക്കുമ്പോൾ ഓർത്തിരിക്കാനുള്ള 6 അവിസ്മരണീയമായ അനുഭവങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സന്യാസിമാരോടൊപ്പം യാത്ര. ഹിന്ദുക്കളുടെ മതപരമായ ഉത്സവമാണെങ്കിലും സമൂഹത്തിന്റെ ഭാഗമായ ലൗകിക ജീവിതം നയിക്കുന്ന സന്യാസിമാരും യോഗികളും സാധുക്കളും ഇവിടെ ധാരാളമായി എത്തും. കൂടുതൽ തൃപ്തമായ അനുഭവം സ്വന്തമാക്കുന്നതിന് ഇവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടാവുന്നതാണ്. അവരിൽ ഭൂരിഭാഗവും തലമുറകളായി കൈമാറി വരുന്ന ഗോത്രമതം പിമ്പുറ്റവരാണ്. ഭൂരിഭാഗം സമയവും ധ്യാനത്തിലും പ്രാർത്ഥനയ്ക്കുമായാണ് അവർ ചെലവഴിക്കുന്നത്. അവരോടൊപ്പമായിരിക്കുമ്പോൾ ശാന്തമായി നിലകൊള്ളാൻ ശ്രദ്ധിക്കണം. അവർ ചരിത്രം നിങ്ങളുമായി പങ്കുവയ്ക്കും. പ്രത്യേക അവസരങ്ങളിൽ അവർ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിരീക്ഷിക്കുക. ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം ഇരിക്കാൻ നിങ്ങളെ അവർ പ്രോത്സാഹിപ്പിച്ചേക്കാം. താൽക്കാലിക ടെന്റുകളുടെ നഗരത്തിലെ താമസം. കുംഭമേളയ്ക്കായി എത്തുന്നവർക്ക് ടെന്റുകളിൽ താമസിക്കാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ഭക്തർക്കായി നിരവധി താൽക്കാലിക ടെന്റുകളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. താൽക്കാലിക ക്ഷേത്രങ്ങൾ മുതൽ താൽക്കാലിക ചന്തകൾ വരെ ഇവിടെ ഉണ്ടാകും. മറ്റു മതസംഘടനകൾ സ്ഥാപിച്ച താൽക്കാലിക ആശ്രമങ്ങളിലും നിങ്ങൾക്ക് താമസിക്കാൻ കഴിയും. ഓരോന്നിലും ആത്മീയതയെക്കുറിച്ച് വ്യത്യസ്ത ആശയങ്ങളാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ ആഡംബര സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള ടെന്റുകൾ വരെ ഇവിടെയുണ്ട്. ഇവിടെ താമസിക്കുന്നതിലൂടെ ഭക്തർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ, പുണ്യസ്നാനം, ആത്മീയ ചടങ്ങുകൾ എന്നിവ യഥോചിതം ചെയ്യുന്നത് വേഗത്തിൽ സാധ്യമാക്കുന്നു. ഉത്സവ അന്തരീക്ഷവും സാംസ്കാരിക വൈവിധ്യവും പൂർണ്ണതോതിൽ അനുഭവിച്ചറിയാനും കഴിയും. ത്രിവേണി സംഗമത്തിൽ നിന്ന് 1.1 കിലോമീറ്റർ അകലെയാണ് ടെന്റ് സ്ഥിതി ചെയ്യുന്നത്. പ്രയാഗ്രാജിലെ സ്ഥിരതാമസക്കാർ കുംഭമേള നടക്കുന്ന സമയത്ത് ഭക്തർക്ക് തങ്ങളുടെ വീടുകളിലെ ഉപയോഗിക്കാത്ത മുറികൾ വാടകയ്ക്ക് നൽകുന്ന പ്രവണതയുണ്ട്. നഗരത്തിൽ താമസിക്കുന്നവർക്ക് അധികം ചെലവുകളില്ലാതെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനും കഴിയും. സാംസ്കാരിക പ്രദർശനങ്ങളിൽ പങ്കെടുക്കാം. മതപരമായ അനുഷ്ഠാനങ്ങൾക്ക് പുറമെ കുംഭമേളയുമായി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, സെമിനാറുകൾ, കലാപരിപാടികൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിനും തീർത്ഥാടകർക്ക് അവസരമുണ്ട്. പ്രശസ്തരായ വ്യക്തികളുടെയും പണ്ഡിതന്മാരുടെയും ഗുരുക്കന്മാരുടെയും നേതൃത്വത്തിൽ ആത്മീയത, യോഗ, ധ്യാനം എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നടത്തുന്നു. കൂടാതെ പ്രാദേശിക കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നാടോടി സംഗീതവും നാടകവും നൃത്തരൂപങ്ങളും അവതരിപ്പിക്കുന്നു. ഇത് ഭക്തർക്ക് ആത്മീയതയോടൊപ്പം ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ ഇത് വഴിയൊരുക്കും. ഗംഗാ ആരതിയുടെ ഭാഗമാകുക. ഗംഗാ ആരതി വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കുംഭമേളയോട് അനുബന്ധിച്ച് ഗംഗാ ആരതിയിൽ പങ്കെടുക്കുന്നത് ആത്മീയമായ വലിയൊരു അനുഭവമാണ് ഭക്തർക്ക് സമ്മാനിക്കുക. വൈകുന്നേരം 100 കണക്കിന് ആളുകൾ വിളക്കുകൾ പിടിച്ച് പ്രാർത്ഥനകൾ ഉരുവിടുന്ന കാഴ്ച അവിസ്മരണീയമായ അനുഭവമാണ്. പ്രാദേശിക സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് സന്നദ്ധ സേവനം നടത്തുക. വിവിധ സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് കുംഭമേളയ്ക്കായി എത്തുന്നവർക്ക് സന്നദ്ധ സേവനം നടത്താൻ അവസരമുണ്ട്. ഡോക്ടർമാർ, ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നവർ തുടങ്ങി പണം കൈപ്പറ്റാതെ സന്നദ്ധ സേവനം നടത്താൻ ഒട്ടേറെ ആളുകൾ ഇവിടെ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ആളുകളെ സഹായിക്കാനും അതേസമയം ഹൈന്ദവ തത്വങ്ങളിലെ സേവനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടാനും ഇത് നല്ല മാർഗമാണ്. ലോകമെമ്പാടു നിന്നും എത്തുന്ന നിങ്ങളുടെ അതേ ധാർമ്മിക നിലവാരമുള്ള ആളുകളെ കാണാനും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈ അവസരം നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നക്ഷത്രങ്ങൾക്ക് കീഴിൽ രാത്രി ചെലവഴിക്കാം. കുംഭമേള പകൽ സമയമായും ആചാരപരമായ പുണ്യസ്നാനവുമായും പരിമിതപ്പെടുത്തിയിട്ടില്ല. രാത്രിയും ആചാരാനുഷ്ഠാനങ്ങൾ തുടരും. രാത്രികളിൽ നദിക്ക് മുകളിലുള്ള ആകാശവും നക്ഷത്രങ്ങളും ആസ്വദിക്കാൻ കഴിയും. വളരെ മനോഹരമായ കാഴ്ചയാണിത്. താൽക്കാലികമായി പുല്ല് വെച്ച് പിടിപ്പിച്ച വലിയ പ്രദേശങ്ങൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ മണിക്കൂറുകളോളം സമയം ചെലവഴിക്കാൻ അവസരമുണ്ട്. കുംഭമേള അതിൻ്റെ ഏറ്റവും ഭ്രാന്തമായ കാഴ്ചകൾ കാണാനുള്ള അവസരമാണിത്. ഇവയെല്ലാം പൂർണ്ണ തോതിൽ ആസ്വദിക്കാനായാൽ അടുത്ത വർഷം നടക്കുന്ന കുംഭമേള നിങ്ങളുടെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒന്നായിരിക്കും.